സ്വയം വിൽക്കാൻ ഒരു മടിയും കാണിക്കാത്ത എരപ്പാളികളുടെ കൂട്ടമാണ് കോൺഗ്രസ്. അവിടെയാണ് 20 സീറ്റിലും ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാളിതുവരെ അച്ചടിച്ച അത്രയും പണം കെട്ടുകളായി മുന്നിൽ കൊണ്ടുവച്ചാലും ഒരിഞ്ച് നിലപാടിൽ നിന്നും വിട്ടുവീഴ്ചയില്ലാതെ അനങ്ങാതെ നിലപാട് സ്വീകരിക്കും. ഇടതുപക്ഷത്തിന്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കും. അതാണ് പ്രത്യേകത. വിലക്കെടുക്കാനാവില്ല, വിലയ്ക്ക് വാങ്ങാനാവില്ല. അതാണ് ഉറപ്പ്. എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തെരഞ്ഞെടുപ്പാനന്തരം രാജ്യം ആര് ഭരിക്കും എന്നതാണ്. എന്നാൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ ആര് ഭരിക്കും എന്നുള്ളതല്ല. അത് പ്രധാനമാണ്. പക്ഷെ അതോടൊപ്പം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇന്ത്യയുണ്ടാവുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയുണർത്തുന്ന ചോദ്യം. തിരഞ്ഞെടുപ്പിന് ശേഷവും ലോകഭൂപടത്തിൽ ഇന്ന് നാം കാണുന്ന രൂപഭാവങ്ങളോടെ ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കുമോ എന്നതാണ് ആശങ്കയുണർത്തുന്ന ചോദ്യം. ഒട്ടും ആലങ്കാരികതയില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണത്. അതിന്റെ കാരണം നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന ശില മതനിരപേക്ഷതയാണ്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആ മതനിരപേക്ഷ മൂല്യങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ലോകത്തിന്റെ മുൻപിൽ ഒരു രാഷ്ട്രം എന്ന നിലയിൽ നിവർന്നു നിൽക്കാൻ പ്രാപ്തമാക്കുന്നത്. അതിന്റെ കാര്യകാരണങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവർ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഹിന്ദുക്കൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യവുമില്ല. എന്നാൽ ഹൈന്ദവ ജനസംഖ്യയുടെ വൈപുല്യം മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷത. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങളിലൊന്ന് നമ്മുടെ രാജ്യമാണ്. ഒരുപക്ഷെ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യം നമ്മുടേതാണ് എന്നതാണ് വസ്തുത. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും എണ്ണത്തിലുള്ള വൈപുല്യം മാത്രവുമല്ല, ലോകത്തിലെ ആകെ സിഖ് മതക്കാർ ഏതാണ്ട് മുഴുവനും നമ്മുടെ രാജ്യത്താണ്. ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, പാഴ്സികൾ, ക്രൈസ്തവർ, എണ്ണിയാലൊടുങ്ങാത്ത ജാതിമത വിഭാഗങ്ങളുടെ സംഗമ ഭൂമിയാണ് നമ്മുടെ രാജ്യം. ഈ വൈവിധ്യങ്ങളും വ്യത്യസ്തതകളുമെല്ലാം നിലനിൽക്കുമ്പോഴും സാഹോദര്യത്തോടെ പുലരുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം നിലനിൽക്കുന്നു. അതിന്റെ കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ മൂല്യമാണ്. ലോകത്തിലെ പല രാജ്യങ്ങളും ഔദ്യോഗിക മതം എന്ന നിലയിൽ ഏതെങ്കിലും ഒരു മതത്തെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പ്രഖ്യാപിക്കുന്നു, ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. മതനിരപേക്ഷതയാണ് ഇന്ത്യയുടെ മതം. എല്ലാ മതങ്ങളും തുല്യ പരിഗണന അർഹിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് സവിശേഷമായ പരിഗണന ഇന്ത്യയിലില്ല. തുല്യതയാണ്. എല്ലാ മനുഷ്യരും തുല്യരാണ്. നമ്മൾ ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന ജനങ്ങൾ തുല്യാവകാശങ്ങളോടെ പുലരുന്ന ആ തുല്യാവകാശം ഉറപ്പുവരുത്തുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. മതനിരപേക്ഷതയുടെ അന്തസ്സത്തെയും ആ തുല്യതയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് അധികാരത്തിലിരിക്കുന്ന സംഘപരിവാരം, ആ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന RSS ഈ മതനിരപേക്ഷത എന്ന മൂല്യത്തെ അംഗീകരിക്കുന്നതേയില്ല. അവർ ഇന്ത്യയെ ഒരു വർഗീയ മതാധിഷ്ഠിത റിപ്പബ്ലിക്കാക്കി മാറ്റാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അടുത്ത വർഷം 2025 RSS രൂപീകരിക്കപ്പെട്ട് 100 കൊല്ലം തികയാൻ പോവുകയാണ്. ഈ തിരഞ്ഞെടുപ്പിലും നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരാൻ കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് RSS രൂപീകരണത്തിന്റെ 100ാം വർഷമായ 2025 ഇന്ത്യയെ ഒരു മത റിപ്പബ്ലിക്കാക്കി മാറ്റണം എന്നാണ് RSS കോപ്പ് കൂട്ടുന്നത്. അങ്ങനെ വന്നാലോ? RSSന്റെ സങ്കല്പത്തിലുള്ള ആ മത റിപ്പബ്ലിക്കിന്റെ പ്രത്യേകത എന്താണ്? RSS അത് മൂടിവെച്ചിട്ടില്ല. അവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ സ്വപ്നത്തിലെ ഇന്ത്യയെക്കുറിച്ച്. RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകായിരുന്ന മാധവ സദാശിവ ഗോൾവാൾക്കറാണ് RSSന്റെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥം എന്നറിയപ്പെടുന്ന വിചാരധാര എഴുതിയത്. ആ വിചാരധാരയിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ ഭീഷണിയെക്കുറിച്ചാണ്. ആരാണ് ഇന്ത്യയുടെ ഭീഷണി?
RSS പറയുന്നു ഒന്നാമത്തെ ഭീഷണി മുസ്ലിങ്ങളാണ്. അങ്ങനെയാണ് വിചാരധാര അധ്യായം 19. RSSന്റെ ആചാര്യൻ RSSന്റെ എക്കാലത്തെയും മുദ്രാവാക്യമായി എഴുതി വച്ചിരിക്കുന്നു, അവരുടെ സ്വപ്നത്തിലെ മത റിപ്പബ്ലിക് യാഥാർത്ഥ്യമാക്കുന്ന സമയത്ത് ഈ മണ്ണിൽ നിന്നും തുടച്ചു മാറ്റേണ്ട ആദ്യത്തെ വിഭാഗം അത് മുസ്ലിങ്ങളാണ് എന്നാണ്. അധ്യായം 20 രണ്ടാമത്തെ ആഭ്യന്തര ഭീഷണി അത് ക്രിസ്ത്യാനികൾ എന്നാണ്. ക്രിസ്ത്യാനികൾ. അധ്യായം 21 കമ്മ്യൂണിസ്റ്റുകാർ. ഈ മൂന്ന് വിഭാഗം പുസ്തകത്തിൽ മൂന്നാണ് എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ നാലാമതൊന്നുകൂടി ഉണ്ട്, അത് എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു കാരണവുമുണ്ട്. നാലാമത്തെ വിഭാഗം മറ്റാരുമല്ല, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാണ്. പിന്നെ എന്തുകൊണ്ടത് എഴുതിയില്ല? RSS ഉയർത്തിപ്പിടിക്കുന്നത് മനുസ്മൃതിയാണ്. മനുസ്മൃതി ചാതുർവർണ്ണ കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ചാതുർവർണ്ണ കാഴ്ചപ്പാടനുസരിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർ മനുഷ്യരെയല്ല എന്നതാണ് കാഴ്ചപ്പാട്. ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്ന് ബ്രാഹ്മണനുണ്ടായി എന്നാണ് മനുസ്മൃതി പറയുന്നത്. കൈകളിൽ നിന്ന് ക്ഷത്രിയൻ, തുടയിൽ നിന്ന് വൈശ്യൻ, കാൽപാദത്തിൽ നിന്ന് ശൂദ്രൻ. കഴിഞ്ഞു. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ആ 4 വർണ്ണങ്ങളേ ഉള്ളൂ എന്ന് മനുസ്മൃതി. അതിൽ പട്ടികജാതിക്കാർ, ആദിവാസികൾ ഇവരൊന്നും പെടില്ല. അപ്പൊ അവരൊന്നും മനുഷ്യരേ അല്ല എന്നാണ് കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടാണ് RSS ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് എഴുതി വച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. RSSന്റെ മതരാഷ്ട്രത്തിൽ മുസ്ലിങ്ങളില്ല, ക്രിസ്ത്യാനികളില്ല, കമ്മ്യൂണിസ്റ്റുകാരില്ല, പട്ടികജാതിക്കാരില്ല, പട്ടികവർഗക്കാരില്ല, ഇവരാരുമില്ല. കടുത്ത വർഗീയ നിലപാട് സ്വീകരിക്കുന്ന, ഇന്ത്യയിൽ ഫാസിസത്തിന് പരവതാനി വിരിക്കുന്ന സവർണ മേധാവിത്വത്തിന്റെ രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റണം എന്നാണ് അവർ കാണുന്നത്. 2025 മേൽപ്പറഞ്ഞ വിഭാഗങ്ങൾക്കൊന്നും ഇടമില്ലാത്ത ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റണം. അതിനുള്ള തുടക്കം ഇപ്പോഴേ കുറിച്ചു കഴിഞ്ഞു. അതാണ് പൗരത്വ ഭേദഗതി നിയമം. ലോകത്തിലേത് രാജ്യത്തും പൗരത്വത്തിനായി മറ്റൊരു രാജ്യത്തു നിന്നും കടന്നു വന്ന ഒരാൾ അപേക്ഷ സമർപ്പിച്ചാൽ അയാളുടെ മതം മാനദണ്ഡമല്ല. ഇന്ത്യയിലും അങ്ങനെയായിരുന്നില്ല. എന്നാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യമായി പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്നു. അതാണ് പ്രത്യേകത. അപ്പൊ ചിലർ ന്യായം പറയുന്നു, ഇത് നമ്മളെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല, ഇത് ബംഗ്ലാദേശിൽ നിന്നും ഇങ്ങോട്ട് നുഴഞ്ഞു കയറിയവരെ മാത്രം പിടിക്കാനാണ്. പച്ചക്കള്ളം അല്ല. നമ്മളിൽ ആരും നാളെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നവരായി മാറാം. എങ്ങനെ? മുണ്ടക്കയത്തെ ഒരു RSSകാരൻ നിങ്ങളിൽ ഒരാളുടെ പേരിൽ ഒരു പരാതി കൊടുക്കുന്നു എന്നിരിക്കട്ടെ. എന്ത് പരാതി? ഇയാൾ ഇന്ത്യൻ പൗരനല്ല, ഇയാൾ പാകിസ്ഥാന്റെ ചാരനാണ് എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുന്നു എന്നിരിക്കട്ടെ. അപ്പൊ നമ്മുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പൊ നാം ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കണം. എങ്ങനെ തെളിയിക്കും? തെളിയിക്കാൻ ചില രേഖകൾ പറയുന്നു. ഏതാണ് ആ രേഖ? അസാധ്യമായ രേഖകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ, നിങ്ങളുടെ പൗരത്വം ഏതെങ്കിലും ഒരു RSSകാരൻ ദ്രോഹി ചോദ്യം ചെയ്താൽ നിങ്ങൾ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കാൻ ഹാജരാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രേഖ നിങ്ങളുടെ പിതാവിന്റെ ജനന സർട്ടിഫിക്കറ്റാണ്. നിങ്ങളുടെ അപ്പൂപ്പന്റെ ജനന സർട്ടിഫിക്കറ്റ്. ഈ ഇരിക്കുന്ന എത്ര പേരുടെ കയ്യിൽ പിതാവിന്റെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്? നമ്മളത് പോക്കറ്റിലിട്ടാ നടക്കുന്നത്. ഒരൊറ്റയാളുടെ കയ്യിൽ നിങ്ങളുടെ അപ്പൂപ്പന്റെ, നിങ്ങളുടെ വല്യാപ്പയുടെ, ഉപ്പൂപ്പയുടെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിതാവിന്റെ പോയിട്ട് പിതാവിന്റെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്. നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് തന്നെ എത്ര ആഫീസ് കയറി ഇറങ്ങണമെന്ന് കിട്ടണമെങ്കിൽ. അപ്പോ ഒരു നിമിഷം കൊണ്ട് നാം ഇന്ത്യൻ പൗരനല്ലാതെയായി മാറും. ഇതാണ് അപകടം. ഇതൊക്കെ വരാവുന്ന അപകടങ്ങളാണ്. നമ്മുടെ രാജ്യത്തെ ഗണ്യമായ ഒരു ജനവിഭാഗത്തെ ഇന്ത്യയുടെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമായി പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു. ഇപ്പം മുസ്ലിങ്ങൾക്കെതിരാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കുടിയേറി പാർത്തവർ, ഇപ്പോഴൊന്നുമല്ല, തലമുറകൾക്ക് മുൻപ് കുടിയേറി പാർത്തവരുടെ കാര്യത്തിൽ മുസ്ലിങ്ങളെ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നാളെ അത് ക്രൈസ്തവർക്കെതിരായി വരും.
അനഭിമതരായ സകലർക്കുമെതിരായി വരും. ഇഷ്ടമില്ലാത്തവരെല്ലാം ഇന്ത്യയിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിയമമായി വരും. ഇപ്പോ മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് വന്നിരിക്കുന്നത്. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ ആശങ്കയിലാണ്, അരക്ഷിതാവസ്ഥയിലാണ്. തങ്ങളുടെ പൂർവികന്മാർ ബ്രിട്ടനെതിരെ പൊരുതി നേടിയ സ്വാതന്ത്ര്യം, തങ്ങളുടെ പൂർവികന്മാർ ജീവൻ ബലിയർപ്പിച്ചു നേടിയ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം നേടി പതിറ്റാണ്ടുകൾ പിന്നിട്ട്, മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുന്ന ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും പുറത്തു പോകേണ്ടി വരുന്ന അവസ്ഥ ഈ സാഹചര്യത്തെ നേരിടുകയാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഒരു പ്രഖ്യാപനം നടത്തി. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിന്റെ മണ്ണിൽ നടപ്പാക്കില്ല എന്നതാണ് ആ പ്രഖ്യാപനം. എത്ര വലിയ ആശ്വാസമായിരുന്നു അത്. നമ്മുടെ നാട്ടിൽ ആശങ്കയിലായ, അരക്ഷിതാവസ്ഥയിലായ, ജന്മദേശം വിട്ടോടിപ്പോകേണ്ടി വരുമോ എന്ന് ഭയാശങ്കയോടെ കഴിഞ്ഞ വലിയൊരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരാശ്വാസം. തങ്ങൾ ഒറ്റയ്ക്കല്ല, കേരളത്തിന്റെ ഗവൺമെന്റ് ഉണ്ട് എന്ന ഒരാശ്വാസം. പക്ഷേ ആ പ്രഖ്യാപനം വന്ന് പിറ്റേ ദിവസം തന്നെ ബിജെപിയുടെ പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി ഒരു ചോദ്യം ചോദിക്കുന്നു. ചോദ്യം ഇതാണ്: പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം എങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കും? ഇതാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല, അതിൽ പ്രത്യേകതയൊന്നുമില്ല. കാര്യം ചോദിക്കുന്നത് ബിജെപിയുടെ പ്രസിഡന്റാണ്. തലയ്ക്ക് അല്പമെങ്കിലും വെളിവുള്ള ഒരുത്തനും ബിജെപിയുടെ 7 അയലത്ത് പോലും പോവില്ല എന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുന്ന ഒരു ജനതയാണ് നമ്മുടെ നാട്. അപ്പൊ ബിജെപിയുടെ പ്രസിഡന്റ് അങ്ങനെ എന്തു വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ആശങ്കപ്പെടുത്തേണ്ടത് അതല്ല. ബിജെപി പ്രസിഡന്റിന്റെ ചോദ്യം വാർത്താലേഖകരുടെ മുൻപാകെ ഉന്നയിച്ച് മിനിറ്റുകൾ പിന്നിടുമ്പോഴേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നു, ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം എങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കും? ഒരേ ചോദ്യം, ഒരേ വാചകം, ഒരേ വാക്കുകൾ, എല്ലാ അക്ഷരവും അതേപോലെ. അത് കഴിഞ്ഞ ഉടനെ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഇതേ ചോദ്യം ചോദിക്കുന്നു. കൊല്ലത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി ഇതേ ചോദ്യം ചോദിക്കുന്നു. കോൺഗ്രസും ബിജെപിയും മുസ്ലിം ലീഗും ഒരേ ചോദ്യം ചോദിക്കുന്നു. ഈ 3 കൂട്ടരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു, ഈ പൗരത്വ ഭേദഗതി നിയമം എങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കും? നടപ്പിലാക്കണം എന്ന് വാദിക്കുകയാണ് ഇവര്. എന്താ വസ്തുത? ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ശരി. നിയമം പാസാക്കാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. പാർലമെന്റിന് മാത്രമല്ല, സംസ്ഥാന നിയമസഭകൾക്ക് നിയമം പാസാക്കാം. നിയമസഭകൾക്ക് മാത്രമല്ല, ഇവിടെ മുണ്ടക്കയത്ത് ഒരു വായനശാല ഉണ്ടെങ്കിൽ ആ വായനശാല കമ്മിറ്റിക്ക് കൂടിയിരുന്നൊരു നിയമം പാസാക്കാം, വായനശാലയെ സംബന്ധിച്ച ഒരു നിയമം. അങ്ങനെ രാജ്യത്ത് നിയമം നിർമ്മിക്കാൻ അവകാശമുള്ള ഏത് സംവിധാനത്തിന് നിയമം ഉണ്ടാക്കാം. പക്ഷേ ഒന്നുണ്ട്, രാജ്യത്തെ ഒന്നാമത്തെ നിയമം അതേതാണ്? ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമം അത് ഇന്ത്യൻ ഭരണഘടനയാണ്. ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കാണ്. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന എല്ലാ നിയമങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം. അതാണ് നിയമനിർമ്മാണത്തിന്റെ മൗലിക തത്വങ്ങളിൽ ഒന്ന്. നിയമം നിർമ്മിക്കാൻ പാർലമെന്റിനും നിയമസഭയ്ക്കും എല്ലാം അവകാശമുണ്ട്. പക്ഷെ നിർമ്മിക്കപ്പെടുന്ന നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് എതിരാവാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാഴ്ചപ്പാടുകളിലൊന്ന് ആർട്ടിക്കിൾ 14 തുല്യതയാണ്. എല്ലാ ഇന്ത്യൻ പൗരന്മാരും തുല്യരാണ്. ഏത് ജാതിയിൽ, ഏത് മതത്തിൽ, ഏത് സംസ്ഥാനത്ത്, ഏത് ഭാഷ, ഏതാചാരം, എന്തുമാവട്ടെ, ഏതു പൗരനും തുല്യരാണ്. തുല്യാവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക ഭാവം. ആ ഭരണഘടനയ്ക്കെതിരാണ് ഈ നിയമം. ആർട്ടിക്കിൾ 14ന്റെ ലംഘനമാണ് പൗരത്വ ഭേദഗതി നിയമം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറയുന്നു എല്ലാ ഇന്ത്യൻ പൗരന്മാരും തുല്യരാണ്. എന്നാൽ പൗരത്വ ഭേദഗതി നിയമം പറയുന്നു മുസ്ലിങ്ങൾ തുല്യരല്ല. അതാ പ്രശ്നം. അപ്പൊ ഭരണഘടനയ്ക്ക് നിരക്കാത്തതാണ് നിയമം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിരക്കാത്ത ഒരു നിയമവും നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ഒരു സംസ്ഥാനത്തിനുമില്ല.
അതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി ആർജവത്തോടെ പറഞ്ഞത് ഈ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞത് വീൺവാക്കല്ല. ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഈ നിയമം. ആ നിയമം നടപ്പാക്കാൻ ബാധ്യതയില്ല. അപ്പോഴാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും BJP നേതാവും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു, കേന്ദ്രം പാസാക്കിയതല്ലേ, പാർലമെന്റ് പാസാക്കിയതല്ലേ? ആണെന്നേ. കാരണം എന്താണ്? ഇന്ന് ആ പാർലമെന്റിലെ അംഗങ്ങളിൽ മഹാഭൂരിപക്ഷവും വിവരം കെട്ടവരും ശുദ്ധ വർഗീയവാദികളുമാണ്. അതുകൊണ്ട് അവരിങ്ങനെ പല നിയമവും പാസാക്കി വിടും. എന്നാൽ ആ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ല എന്നതുകൊണ്ട് അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലപാടാണ് കേരളം സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിക്കുക മാത്രമല്ല, ആ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേരള സർക്കാർ കേസ് കൊടുത്തിരിക്കുകയാണ്. രാജ്യത്താദ്യമായാണ് പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരെ ഒരു സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനമെടുത്തതും സമീപിച്ചതും. ആ നിലയിൽ മുൻപോട്ട് പോകുന്നു കേരളത്തിലെ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എന്നാൽ കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഖാർഗെയോട് പത്രലേഖകർ ചോദിച്ചു, നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ നിയമം പിൻവലിക്കുമോ? എന്തായിരുന്നു മറുപടി? നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ സമാധാനവും തകർക്കുന്നതാണ് ഈ നിയമം. കോടിക്കണക്കിന് മനുഷ്യരെ ഇന്ത്യയിൽ നിന്ന് അടിച്ചോടിക്കുന്നതാണ് നിയമം. രാജ്യത്തെ തകർക്കുന്ന നിയമത്തെക്കുറിച്ചാണ് വാർത്താലേഖകർ മല്ലികാർജുന ഖാർഗെയോട് ചോദിക്കുന്നു, നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ നിയമം റദ്ദാക്കുമോ? എന്തായിരുന്നു മറുപടി? ഒരു പരിഹാസ ചിരി. എന്നിട്ട് പറഞ്ഞു, ഞാൻ രാത്രിയിലൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് പറയാം എന്നാണ് പറഞ്ഞത്. അങ്ങയുടെ സ്വത്തിന്റെ പകുതി പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യാമോ എന്നല്ല ചോദ്യം. പിന്നെയോ ചോദ്യം, നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വന്നാൽ ഈ കരിനിയമം ഇല്ലാതാക്കുമോ എന്നാണ് ചോദ്യം. രാത്രിയിൽ ആലോചിക്കണം അത്രേ. ഇപ്പൊ എത്ര രാത്രികൾ കഴിഞ്ഞു? പറഞ്ഞിട്ടൊരു 10-20 രാത്രികൾ കഴിഞ്ഞു. ഒരു വാക്ക് ഉരിയാടിയിട്ടില്ല. ഇതിനിടയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങി. പൗരത്വ ഭേദഗതി നിയമം എന്നൊരു വാക്ക് ആ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറായില്ല. മലയാള മനോരമ എല്ലായ്പ്പോഴും കോൺഗ്രസിനെ പിന്തുണച്ച് നിൽക്കുകയാണ്. എന്നിട്ടും വരികൾക്കിടയിൽ മലയാള മനോരമ പറഞ്ഞു, കശ്മീരിന്റെ പ്രത്യേക പദവിയെ സംബന്ധിച്ചും പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ചും കോൺഗ്രസിന്റെ പ്രകടന പത്രിക നിശബ്ദമാണ്, ഒന്നും പറയുന്നില്ല. മാധ്യമപ്രവർത്തകരുടെ വിമർശനം ഉയർന്നു വരുന്നതിന് മുൻപ് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ശക്തമായ വിമർശനം ഉയർത്തി. പിറ്റേ ദിവസം വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചു. അദ്ദേഹം ക്ഷുഭിതനായി. മനുഷ്യർ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ ഏറെക്കാലമായി പ്രതിപക്ഷ നേതാവിന് സാധിക്കാതെയായിട്ടുണ്ട്. അദ്ദേഹം ആ നിലയിലല്ല മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ക്ഷുഭിതനായി, പൊട്ടിത്തെറിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പ്രകടന പത്രികയുടെ 8-ാം പേജ് വായിക്കൂ മുഖ്യമന്ത്രി. അതാണ് പറഞ്ഞത്, 8-ാം പേജ് വായിക്കൂ മുഖ്യമന്ത്രി. പിറ്റേ ദിവസം മനോരമ വെണ്ടക്ക തലക്കെട്ട് നിരത്തി, മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് 8-ാം പേജ് വായിക്കൂ. ഇത് കേട്ടാൽ എന്താ തോന്നുക? പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് 8-ാം പേജിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തിരക്കിനിടയിലാവുന്നു, വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി പോയി 8-ാം പേജ് വായിക്കൂ. അപ്പൊ മനോരമ പറയാണ് 8-ാം പേജ് വായിക്കൂ. ആളുകൾ 8-ാം പേജ് എടുത്തു നോക്കി. 8-ാം പേജിൽ എന്ത്? ഒരു സിനിമയിൽ ശങ്കരാടി പറയുന്നുണ്ട്, ഇതാണ് ആ രേഖ. അതുപോലെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. 8-ാം പേജ് വായിക്കൂ. 8-ാം പേജിൽ ഒന്നും പറയുന്നില്ല. പൗരത്വ ഭേദഗതിയില്ല, ഒരു പുല്ലുമില്ല. അതാണ് സ്ഥിതി. അപ്പൊ പിറ്റേ ദിവസം MM ഹസനോട് ചോദിച്ചു പത്രപ്രവർത്തകർ. അദ്ദേഹമാണത്രേ ഇപ്പോ KPCCയുടെ പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്നത്. MM ഹസനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രകടന പത്രിക പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാത്തത്? പ്രതിപക്ഷ നേതാവ് പറയുന്നത് 8-ാം പേജ് നോക്കാനാണ്. 8-ാം പേജ് നോക്കിയിട്ടൊന്നും കാണാനില്ല. അവസാനം MM ഹസൻ തീർത്തു പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറയാൻ സൗകര്യമില്ല. മനസ്സിലായോ? മുണ്ടക്കയത്തെ സാധാരണക്കാരായ വോട്ടർമാർ ചെവി തുറന്നു കേൾക്കണം. ഈ രാജ്യത്തെ 10-20 കോടിയോളം വരുന്ന സാധാരണക്കാരായ
ഇന്ത്യൻ മുസ്ലിങ്ങളെ അതിർത്തിക്കപ്പുറത്തേക്ക് ആട്ടിപ്പായിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട്, ഇന്ത്യൻ മതനിരപേക്ഷത തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് RSSന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കരിനിയമം പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പിൻവലിക്കുമെന്ന് പ്രകടന പത്രികയിൽ എഴുതാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സൗകര്യമില്ല എന്ന് പറയുന്നത് MM ഹസനാണ്. അതൊരു നിലപാടാണ്. സൗകര്യമില്ല, വേണമെങ്കിൽ വോട്ട് ചെയ്താൽ മതി എന്നാണ്. ഇതാണ് കോൺഗ്രസിന്റെ ഉള്ളിലിരിപ്പ്. കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കി, കേരളത്തിലെ ഇടതുപക്ഷവും നിലപാട് വ്യക്തമാക്കി. ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ കരിനിയമം കേരളത്തിന്റെ മണ്ണിൽ നടപ്പാക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒപ്പം സുപ്രീം കോടതിയിൽ ഈ നിയമത്തിനെതിരായി നിയമയുദ്ധം നടത്തും. ഇതാണ് രണ്ട് നിലപാട്. ഇത് കോൺഗ്രസിന് ഇപ്പോഴുള്ള ഒരു പ്രശ്നമല്ല. സത്യത്തിൽ മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തി ഈ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളെ ആകെ ഒരുമിപ്പിച്ച് സംഘപരിവാരത്തിനെതിരെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ട ചരിത്രപരമായ ഒരു ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. പക്ഷെ കോൺഗ്രസ് അതിന് തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുന്നത്? പണ്ഡിറ്റ് നെഹ്റു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ അധികാരത്തിലേറിയ പ്രധാനമന്ത്രി. രാഷ്ട്രീയമായ വിയോജിപ്പുകളും എതിർപ്പുകളും വിമർശനങ്ങളും നമുക്കുണ്ട്. പക്ഷേ മതനിരപേക്ഷ നിലപാട് വിട്ടുവീഴ്ചയില്ലാതെ ഉയർത്തിപ്പിടിക്കുന്നതിൽ പണ്ഡിറ്റ് നെഹ്റു ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. പക്ഷെ നെഹ്റു ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. നെഹ്റു മരിച്ചുപോയി. നെഹ്റുവിനോടൊപ്പം കോൺഗ്രസിന്റെ മതനിരപേക്ഷതയും മരിച്ചുപോയി. ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനും മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാനും കോൺഗ്രസിന് പിന്നീട് സാധിച്ചിട്ടേയില്ല. ഇപ്പൊ കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു? കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ ഓരോ ദിവസവും കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. 1, 2, 10 പേരാണ്. 12 മുഖ്യമന്ത്രിമാർ. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന 12 പേർ ഇതിനോടകം BJPയിൽ ചേർന്നു. ഒരു പഞ്ചായത്ത് മെമ്പറോ ഒരു MLAയോ ഒരു MPയോ ഒരു മന്ത്രിയോ പോലും ചേരുന്ന കാര്യമല്ല പറയുന്നത്. മുഖ്യമന്ത്രിമാർ, ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരായിരുന്ന 12 പേർ, ഒരു ഡസൻ ഇതിനോടകം BJPയിൽ ചേർന്നു. കർണാടകയിൽ SM കൃഷ്ണയുണ്ട്, മഹാരാഷ്ട്രയിൽ നാരായണ റാണയുണ്ട്, അശോക് ചവാനുണ്ട്, UPയിൽ ND തിവാരിയുണ്ട്, ജഗദംബിക പാലുണ്ട്, ഗിരിധർ ഗമാങ്ങുണ്ട്, പേമാ ഖണ്ഡുണ്ട്. എത്ര ആളുകൾ. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മുഖമായിരുന്നവർ. അതിലും വലിയ നേതാവിന്റെ ആ സംസ്ഥാനത്തുണ്ടാവില്ല. അത്രയും ഉന്നതമായ പദവി വഹിച്ചിരുന്ന ഒരു ഡസൻ പേര് വിട്ടുപോയി. 100ൽ പരം MPമാർ, MLAമാർക്കൊന്നും എണ്ണമേ ഇല്ല. അത്രയധികം കോൺഗ്രസ് വിട്ടുപോവാണ്. എത്ര ആളുകൾ. ഇന്നലെ പത്രം നോക്കിയപ്പോ കണ്ടു, കോൺഗ്രസിന്റെ വക്താവ് രോഹിത് ഗുപ്ത കോൺഗ്രസ് വിട്ട് BJP പോയി. ഇന്നലെ പോയാളുടെ, ഇന്ന് ആരാ പോയെന്നുള്ളത് നാളത്തെ പത്രത്തിൽ കാണാം നമുക്ക്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ 3 4 തവണ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് വിജയധരണി. കോൺഗ്രസ് വിട്ട് BJP ചേർന്നു. കർണാടക PCCയുടെ സെക്രട്ടറി HN രവീന്ദ്ര. ഇതൊക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ് ഞാനീ പറയുന്നത്. മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്നു PCC പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമെല്ലാമായിരുന്ന സുരേഷ് പച്ചൗരി. അദ്ദേഹം BJPയിൽ പോയി. ഒപ്പം കുറെ നേതാക്കന്മാരെയും കൂട്ടിയാണ് പോയത്. ജാർഖണ്ഡിൽ ഒരൊറ്റ MPയാണ് കോൺഗ്രസിനുണ്ടായിരുന്നു, ഒരേ ഒരു MP. മുഖ്യമന്ത്രിയായിരുന്ന മധു കോടയുടെ ഭാര്യ ഗീതാ കോട. അവർ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട് BJP ചേർന്നു. വാരണാസിയിലെ പാർലമെന്റ് അംഗമായിരുന്ന രാജേഷ് ശർമ്മ, അദ്ദേഹവും പോയി. അങ്ങനെ എത്ര പേർ. ഞാൻ ആ പട്ടിക ഇവിടെ ആവർത്തിക്കാൻ എന്നെ കൊണ്ടാവില്ല, ആരെ കൊണ്ടും സാധിക്കില്ല. അത്ര വിപുലമാണത്. കഴിഞ്ഞ വർഷം നേതാക്കന്മാരിങ്ങനെ കൂടൊഴിഞ്ഞു പോകുമ്പോഴാണ് രാഹുൽ ഗാന്ധി AICC ജനറൽ സെക്രട്ടറി ആയിരുന്ന അജയ് കപൂറിനെ വിളിച്ചു. AICC ജനറൽ സെക്രട്ടറിയാണ് എന്ന് വെച്ചാൽ AICC പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമാണ്. കോൺഗ്രസിന്റെ ഇന്ത്യയിലെ ഏറ്റവും കരുത്തനായ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അജയ് കപൂർ, അദ്ദേഹത്തെ വിളിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു, കോൺഗ്രസിന്റെ നേതാക്കന്മാരിങ്ങനെ ഓരോരുത്തരായി BJPയിലേക്ക് പോകുന്നു.
എന്തുകൊണ്ടാണ് ഇങ്ങനെ നേതാക്കന്മാർ കൊഴിഞ്ഞു പോകുന്നത് എന്ന് നിങ്ങൾ വിശദമായി പഠിക്കണം. എന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. ഇതിന് തടയിടാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു റിപ്പോർട്ട്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം കോൺഗ്രസ് നേതാക്കന്മാർ എങ്ങനെയാണ് ഇങ്ങനെ BJP-യിലേക്ക് പോകുന്നത് എന്നതിനെ കുറിച്ച് വിശദമായി പഠിച്ചു. കോൺഗ്രസ് നേതാക്കന്മാർ BJP-യിൽ ചേരുന്ന വഴി പഠിച്ച് മനസ്സിലാക്കി. കഴിഞ്ഞ ആഴ്ച പോയി. ഇതാണ് കോൺഗ്രസ്. കേരളത്തിൽ ഇതിനിടയിലല്ലേ കരുണാകരന്റെ മകൾ BJP-യിൽ പോയി, പത്മജ. അതിനു മുൻപ് ആന്റണിയുടെ മകൻ പോയി. ആ വിദ്വാനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതിനു മുൻപ് ആർ ശങ്കരന്റെ മകൻ പോയി. 1962 കേരളത്തിന്റെ മുഖ്യമന്ത്രി കക്ഷി ഗവൺമെന്റ് വന്നിട്ടുള്ളൂ. അതിന്റെ മകനാണ് ആദ്യം പോയത്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോവാണ്. ആർ ശങ്കരന്റെ മകൻ, ആന്റണിയുടെ മകൻ, കരുണാകരന്റെ മകൾ. അടുത്ത ആരായിരിക്കും? ഊഹിക്കാമോ? ആരായിരിക്കും? ചിലർ പറഞ്ഞു കറക്റ്റ്, അത് തന്നെ. എന്താ അങ്ങനെ പറയാൻ കാരണം? സൂചന വന്നു. പേരിൽ പത്മജയെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന് ചാണ്ടി ഉമ്മൻ ഒപ്പ്. എന്താ കാരണം? നാളെ ലവനും പോകാനുള്ളതാണ്. അപ്പൊ ആരും കുറ്റപ്പെടുത്തരുത്. മനസ്സിലായില്ലേ? കേരളത്തിലെ നേതാക്കന്മാരുടെ മക്കൾ ഇവരിങ്ങനെ പോവാണ്. KPCC പ്രസിഡന്റ് പരസ്യമായി പറയുന്നു, എനിക്ക് തോന്നുമ്പോൾ ഞാൻ BJP-യിലേക്ക് പോകും. പറഞ്ഞില്ലേ? ഐ വിൽ ഗോ വിത്ത് BJP എന്നാണ് പറഞ്ഞത്. ഒരുത്തനെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പോകുമ്പോൾ BJP സ്വീകരിക്കുമോ? അങ്ങനെ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അതിനും കാര്യം പറഞ്ഞിട്ടുണ്ട്. RSSന്റെ ശാഖയ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്തി കാവൽ നിന്നിട്ടുണ്ടോ താൻ? KPCC പ്രസിഡന്റ് പറയുകയാണ്. എതിർക്കാൻ, അങ്ങനെ പ്രസ്താവന പുറപ്പെടുവിച്ചത് ശരിയായില്ല എന്ന് പറയാൻ, ഇത് കോൺഗ്രസിന് യോജിച്ചതല്ല എന്ന് പറയാൻ ആത്മാഭിമാനത്തിന്റെ കണികയുള്ള ഒരൊറ്റ കോൺഗ്രസുകാരൻ കേരളത്തിൽ ഉണ്ടായില്ല എന്നും നിങ്ങൾ ഓർക്കണം. അപ്പൊ പ്രതിപക്ഷ നേതാവോ? ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾവാൾക്കർ നമ്മുടെ രാജ്യത്തിന്റെ ഭീഷണിയായി മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ എഴുതി വെച്ചവൻ. ആ ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ സംഘപരിവാരം ആലോചിച്ചുറപ്പിച്ച് ക്ഷണിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയാണ്. ഗോൾവൽക്കറിന്റെ ചിത്രത്തിനു താഴെ നിലവിളക്ക് കൊളുത്തി നമ്രശിരസ്കനായി നിൽക്കുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അവർക്കിടയിലാണ് മത്സരം, KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഇടയിൽ. കോൺഗ്രസുകാർക്കിടയിലുള്ള ആശയക്കുഴപ്പം ഇപ്പോ ആരാദ്യം പോകും എന്നാണ്. ഇതിൽ ആരാണ് ആദ്യം പോവുക? KPCC പ്രസിഡന്റാണോ അതോ പ്രതിപക്ഷ നേതാവാണോ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിയുന്നതിന് മുൻപ് പോവുകയോ അതോ റിസൾട്ട് അറിഞ്ഞതിന് ശേഷമാണോ പോവുക? ഇങ്ങനെയുള്ള ചെറിയ തർക്കങ്ങൾ മാത്രമേ അവർക്കിടയിൽ അവശേഷിക്കുന്നുള്ളൂ. ചില ആളുകൾ പറയുന്നുണ്ട് ലയിക്കാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഓരോരുത്തർക്കായിട്ടൊന്നും പോണ്ട, ഒരുമിച്ച് അങ്ങ് ലയിച്ചാൽ മതി. ഈ നിലയിലാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇങ്ങനെയൊരു അന്തരീക്ഷത്തിൽ മതനിരപേക്ഷവാദികൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് പ്രതീക്ഷയർപ്പിക്കാനാവുക? അപ്പൊ ചിലർ ചോദിക്കും, കേരളത്തിലെ 20 സീറ്റും ജയിച്ചാൽ ഇടതുപക്ഷം ഇപ്പൊ ഇന്ത്യ ഭരിക്കുമോ? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഭരിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഭരിക്കുന്ന കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കൂ. നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാരത്തെ BJP മുന്നണിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ എന്ന നിലയിൽ കൂട്ടായ്മയായും അല്ലാതെയുമൊക്കെ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ട്. പകരം കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നാരെങ്കിലും കരുതുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കാനേ പോകുന്നില്ല. അങ്ങനെ ആരും കരുതുകയും വേണ്ട. കോൺഗ്രസിന് ആ നിലയിലൊരു സാധ്യതയിലേക്ക് ഉയരാൻ കഴിയും എന്നാരും ചിന്തിക്കുന്നേയില്ല. ഇപ്പോ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തുന്നവരൊക്കെ കോൺഗ്രസിനാകെ ദക്ഷിണേന്ത്യയിൽ പ്രതീക്ഷയർപ്പിക്കാൻ കഴിയുന്ന കർണാടകയിൽ പോലും ആശങ്കാജനകമായ വിവരങ്ങളെ കുറിച്ചാണ് സൂചന തരുന്നത്. അവിടെ നിൽക്കട്ടെ. കുറച്ച് MP-മാർ കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ, ജനങ്ങൾ ജയിപ്പിച്ചാൽ അവരെല്ലാം കോൺഗ്രസിൽ നിൽക്കുമെന്നെന്താണ് ഉറപ്പ്? അവരെ വിലയ്ക്ക് വാങ്ങുന്ന അനുഭവമല്ലേ നമ്മുടെ മുൻപിലുള്ളത്? കൃത്യം 1 മാസം മുൻപല്ലേ ഹിമാചൽ പ്രദേശിലെ 6 MLA-മാരെ വിലയ്ക്ക് വാങ്ങിയത്? 6 MLA-മാരെ ഒറ്റയടിക്ക് വിലയ്ക്ക് വാങ്ങി. നിങ്ങൾ ജയിപ്പിച്ചാൽ
BJP വിലയ്ക്ക് വാങ്ങില്ല എന്നെന്താണ് ഉറപ്പ്? കോൺഗ്രസിന്റെ ഒരു നേതാവ് വിലപിക്കുന്നത് കേട്ടു കുറച്ചുനാൾ മുൻപ്. കോടികൾ കൊടുത്ത് ഞങ്ങളുടെ നേതാക്കന്മാരെ വിലയ്ക്ക് വാങ്ങുകയാണ്. ഇത് ധാർമ്മികതയാണോ? അതാണ് ചോദ്യം. ആ ചോദ്യം പ്രസക്തമാണ്. ജനാധിപത്യത്തിന്റെ വിലയിടിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ, രാഷ്ട്രീയ നേതാക്കന്മാരെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്നു. അത് ജനാധിപത്യത്തിന്റെ വിലയിടിക്കുന്ന അധാർമികമായ ഹീനമായ നടപടിയാണ് BJP ചെയ്യുന്നത്. എന്നാൽ അതിനൊരു മറുവശവും ഉണ്ട്. എന്താണ് മറുവശം? കോടിക്കണക്കിന് രൂപ കാണുമ്പോ, അടുക്കി വെച്ച നോട്ടുകെട്ടുകൾ കാണുമ്പോ സ്വയം വിൽക്കാൻ ഒരു മടിയും കാണിക്കാത്ത എരപ്പാളികളുടെ കൂട്ടമാണ് കോൺഗ്രസ് എന്നതാണ് ഈ കാലഘട്ടം തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം. രണ്ടും കണക്കാണ്. വിലയ്ക്ക് വാങ്ങാൻ വരുന്നവനും സ്വയം വിൽക്കാൻ വേണ്ടി വെച്ചവനും, ഇത് രണ്ടുമാണ് BJPയും കോൺഗ്രസും. അവിടെയാണ് 20 സീറ്റിലും ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചാൽ ആ 20 പേരുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യത്തെ തകർക്കുന്ന നയങ്ങൾക്കെതിരായി മുഴങ്ങും എന്ന കാര്യത്തിൽ ഉറപ്പ്. ഒപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാളിതുവരെ അച്ചടിച്ച അത്രയും പണം കെട്ടുകളായി മുന്നിൽ കൊണ്ടുവച്ചാലും ഒരിഞ്ച് നിലപാടിൽ നിന്നും വിട്ടുവീഴ്ചയില്ലാതെ അനങ്ങാതെ നിലപാട് സ്വീകരിക്കും. ഇടതുപക്ഷത്തിന്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കും. അതാണ് പ്രത്യേകത. വിലക്കെടുക്കാനാവില്ല, വിലയ്ക്ക് വാങ്ങാനാവില്ല, അതാണ് ഉറപ്പ്. എന്നാൽ ഇവിടെ നിന്ന് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന ആളെ ജയിപ്പിച്ചാലോ? നിങ്ങൾക്ക് എന്ത് ഉറപ്പാണ്? 12 മുഖ്യമന്ത്രിമാരാണ് പോയത്. അപ്പൊ പിന്നെ ഒരു MP പോവോ? ഇല്ലയോ? ആർക്ക് പറയാൻ കഴിയും? NIA ഭേദഗതി ഇന്ത്യൻ പാർലമെന്റിൽ വന്നപ്പോ വാർത്താ ലേഖകർ ചോദിച്ചില്ലേ, നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു? ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത്. നല്ല മറുപടിയാണ്. എന്തിലൊക്കെയാണ് ഓർമ്മയില്ലാത്തത്? NIA ഭേദഗതി, UAPA ഭേദഗതി, CAA ആക്ട്, ഒന്നും ഓർമ്മയില്ല. ഇങ്ങനെ ഓർമ്മയില്ലാത്ത ഒരാൾക്ക് എങ്ങനെ പാർലമെന്റ് അംഗമായിരിക്കാൻ കഴിയും? നിങ്ങൾ കൊടുക്കുന്ന വിലയേറിയ സമ്മതിദാനാവകാശത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നയാളെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് നിങ്ങളെ തന്നെ വിലക്കെടുക്കാനാണ് RSS ശ്രമിക്കുന്നത്. അതുകൊണ്ട് നാം വോട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ നാം ചെയ്യുന്ന വോട്ട് നാളെ ഒരാൾക്കും വിലക്കെടുക്കാനാവാത്ത ഇടത്തേക്കാണ് പോകുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ഇടനിലക്കാർക്ക് വിറ്റ് കോടികൾ സമ്പാദിച്ചു ഇവിടുത്തെ NDAയുടെ സ്ഥാനാർത്ഥി എന്നാണ് ഒരാരോപണം ഉയർന്നു വന്നത്. അത് സംബന്ധിച്ച് സാക്ഷികളിൽ ഒരാളായി പരാമർശിക്കപ്പെട്ട പേര് ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായ PJ കുര്യന്റെ പേരാണ്. ഇത് BJP മാത്രം മറുപടി പറയേണ്ട ഒരു ആരോപണമല്ല. ഇപ്പൊ BJPയുടെ സംരക്ഷണയിലാണ് എന്നതുകൊണ്ട് BJP മറുപടി പറയണം. ഒപ്പം പിതാവിന്റെ സംരക്ഷണം ഇപ്പോഴും കോൺഗ്രസിനാണ് എന്നതുകൊണ്ടും ഈ രാജ്യത്തെ തന്നെ ചില്ലറയായി വിൽപ്പന നടത്തിയ ഭീകരവാദ ബന്ധത്തിലേക്ക് പോലും വിരൽ ചൂണ്ടുന്ന ഇത്തരം നടപടികൾ നടക്കുന്ന സമയത്ത് ശ്രീ AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നു. അന്ന് ഈ പറയപ്പെട്ട വിദ്വാൻ കോൺഗ്രസിന്റെ എന്തോ ചുമതലകൾ വഹിച്ച ആളുമാണ്. രണ്ടു കൂട്ടരും പ്രതിക്കൂട്ടിലാണ്. RSSും കോൺഗ്രസും മറുപടി പറയേണ്ട ആരോപണമാണിത്. ഈ രാജ്യത്തെ ജനങ്ങളുടെ മുൻപാകെ ഇന്നലകളിലെ അഴിമതി അനാവരണം ചെയ്യപ്പെടുകയാണ്. BJPയുടെ കൂടാരത്തിലേക്ക് കടന്നുപോയ ഘട്ടത്തിൽ തന്നെ നാട്ടിൽ ചില വാർത്തകൾ പരന്നിരുന്നു. ഇത് പിതാവിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു പുത്രന്റെ കടമയുടെ ഭാഗമാണ്. ട്രക്ക് ഇടപാടിൽ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിൽ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുകയാണ് AK ആന്റണി. ഇപ്പോഴും ട്രക്ക് ഇടപാടിൽ മറ്റു പല പ്രതിരോധ ഇടപാടുകളിലും രാജ്യത്ത് നടക്കുന്ന വൻകിട അഴിമതിയെ സൂചനകളാണ് പുറത്തു വരുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുന്നത്. എന്നിട്ട് മലയാളിയുടെ വിവേകത്തെ, മലയാളിയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ വെല്ലുവിളിക്കുന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നു. ഇന്ത്യയെ ചില്ലറയായി വിൽക്കുന്നതിന് പിതാവിന്റെ തണലിൽ നിന്ന് എല്ലാ തരത്തിലുള്ള കച്ചവടവും നടത്തിയ ഒരു പുത്രൻ ഇപ്പോ BJP തോമസ് ഐസക് എന്ന രാഷ്ട്രീയ വ്യക്തിത്വം. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഓരോരുത്തരും തോമസ് ഐസക് എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തെ
ശരിയായി തിരിച്ചറിയുന്നവരായിരിക്കും. ഞാനിവിടെ വരുമ്പോ MLA സംസാരിച്ചു കൊണ്ടിരുന്നതും അതാണ്. ആധുനിക കേരളത്തിന്റെ ശില്പിയെന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളെ ചൂണ്ടി പറയാമെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ആ വിശേഷണത്തിന് സമ്പൂർണമായും യോഗ്യതയുള്ള ഒരാൾ സഖാവ് TM തോമസ് ഐസക്കാണ്. യാഥാർത്ഥ്യബോധത്തോടെ പ്രായോഗികമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതിന്റെ കാര്യത്തിലായിരുന്നാലും നാം തോമസ് ഐസക്കിനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ ചുറ്റുപാടുമുള്ള സർക്കാർ സ്കൂളുകൾ നോക്കുക. എനിക്കറിയില്ല, മുണ്ടക്കയത്തും പരിസരങ്ങളിലുമുള്ള സർക്കാർ സ്കൂളുകളിലേക്ക് ഞാൻ വന്നിട്ടില്ല. പക്ഷേ വരാതെ എനിക്ക് വേണമെങ്കിൽ ഈ യോഗത്തിൽ വെല്ലുവിളിച്ചു തന്നെ പറയാനാവും. വെല്ലുവിളിയൊന്നും നമ്മുടെ ഭാഷയല്ല, എന്നാലും ആലങ്കാരികമായി പറഞ്ഞതേ ഉള്ളൂ. ആ സർക്കാർ സ്കൂളുകളിൽ മാറ്റത്തിന്റെ മുദ്ര കാണാൻ നിങ്ങൾക്ക് പറ്റും. പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ, ആധുനിക ക്ലാസ് മുറികൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ എങ്ങനെ വന്നു? എന്തുകൊണ്ടാണ് മുണ്ടക്കയത്തിലെ സർക്കാർ സ്കൂളിലും ഈ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് എനിക്ക് പറയാൻ കഴിയുന്നത്? അങ്ങനെ പറയാൻ കാരണം കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ എല്ലാ സ്കൂളുകളും പുതിയ കെട്ടിടങ്ങൾ, പുതിയ ക്ലാസ് മുറികൾ, ആധുനിക സൗകര്യങ്ങൾ. ഇത് യാഥാർത്ഥ്യമായത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ ആശുപത്രികൾ, പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഫാമിലി ഹെൽത്ത് സെന്റർ ആയത് എങ്ങനെയാണ്? നമ്മുടെ താലൂക്ക് ആശുപത്രികളിൽ സൗകര്യങ്ങൾ വന്നതെങ്ങനെയാണ്? സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ ഇല്ലായിരുന്നെങ്കിൽ അതുവഴി കേരളത്തിന്റെ വികസന മേഖലയിലേക്ക് ഒഴുക്കാൻ കഴിഞ്ഞ 10,000 കോടി രൂപയില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട് ഏതോ പ്രാകൃത യുഗത്തിൽ ഇന്നും കഴിയേണ്ടി വരുമായിരുന്നു എന്നതാണ് തോമസ് ഐസക്കിന്റെ പ്രത്യേകത. ഡോക്ടറേറ്റ് എടുത്ത, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്ത, 10 വർഷം കേരളത്തിന്റെ ധനമന്ത്രി, ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച, നിരവധി വർഷം MLA ആയിരുന്ന, സ്വന്തമായി ഒരു വീടില്ലാത്ത, കോടികളുടെ ബാങ്ക് ബാലൻസ് ഇല്ലാത്ത, സ്വത്തുക്കളുടെ കോളത്തിൽ 20,000-ഓളം പുസ്തകങ്ങളാണുള്ളത് എന്ന് എഴുതേണ്ടി വരുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മുണ്ടക്കയത്തെ ജനങ്ങൾ ഒന്നോർക്കണം. നിങ്ങൾ സഖാവ് TM തോമസ് ഐസക്കിനെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ടുകൾ സമാഹരിച്ച് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചാൽ ഉറപ്പിക്കാം, എന്ത്, നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ഒരംഗം പാർലമെന്റ് മെമ്പറായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും. ആ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് അദ്ദേഹത്തോട് ഇടപെടാൻ കഴിയും. നാടിന്റെ 1 രൂപ പോക്കറ്റിലേക്ക് പോവില്ല. അദ്ദേഹത്തിന്റെ വിജയത്തിലൂടെ ഈ പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തിന് ഒരു ശാപമോക്ഷം നൽകാൻ, നമ്മുടെ നാടിന് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു മേൽവിലാസം ഉണ്ടാവാൻ ഈ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അവസരമായി കാണണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.